വിദേശത്തു നിന്നും എത്തുന്നവർ ഐസൊലേഷനിൽ നിന്നും രക്ഷപ്പെടുന്ന സംഭവങ്ങൾക്കിടെ സ്വയം ഐസൊലേഷനിൽ പ്രവേശിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട് മാതൃകയായി മാറി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ ആർച്ച് ബിഷപ്പിന്റെ മാതൃക കണ്ണൂർ ജില്ലാ കളക്ടറാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ആർച്ച് ബിഷപ്പിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. എന്നാൽ സർക്കാർ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി സ്വയം ഐസൊലേഷനിൽ പ്രവേശിക്കുകയായിരുന്നു. ആർച്ച് ബിഷപ്പിന്റെ ദൃശ്യങ്ങളും സന്ദേശവും കണ്ണൂർ ജില്ലാ കളക്ടർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഐസൊലേഷനിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ ജോലികളും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വിശ്വാസത്തിലുള്ള എല്ലാ ജീവനക്കാരുമായിട്ട് ഫോണിലൂടെയാണ് ഞാൻ ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്. എൻ്റെ എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് ഈ അവസരത്തിൽ. ഈ വീഡിയോ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ബിഷപ്പ് ഹൗസിൽ സേവനം ചെയ്യുന്ന വൈദികരോട് ഫോൺ വഴിയാണ് ബന്ധപ്പെടുന്നതെന്നും ഐസൊലേഷൻ പീരീഡ് പ്രാർത്ഥനയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും സമയമാണെന്നും ആർച്ച് ബിഷപ്പ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. മറ്റുള്ളവരായിട്ടുള്ള ഞാൻ ഫോണിൽ കൂടെ മാത്രമാണ് സംസാരിക്കുന്നത്. എങ്ങനെ എന്റെ ജോലികൾക്കൊന്നും ഒരു കുറവ് വരുന്നില്ല. എനിക്ക് ഇവിടെ ഫോണിൽ കൂടെ എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നു. എന്നെ വിളിക്കുന്നവർക്ക് മറുപടി കൊടുക്കുന്നു. എന്റെ എഴുത്തുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. നല്ല സമയം പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നു. മുറിയിൽ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വളരെ ചിട്ടയിലും ക്രമത്തിൽ ഞാൻ പോകുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. തന്നെയല്ല, എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മള് ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങളോട് അങ്ങേയറ്റം സഹകരിച്ചാൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നാളെ പറഞ്ഞിരിക്കുന്ന ജനതാ കർഫ്യൂ തീർച്ചയായും നമ്മളെല്ലാവരും പാലിക്കേണ്ടതാണ്. കാരണം ഈ കൊറോണ വൈറസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ബ്രേക്ക് വരുന്നതിന് അത് ഉപകാരപ്രദമാകും. ന്യൂസിലൊക്കെ നമ്മൾ കേട്ടതുപോലെ തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഐസൊലേഷൻ പീരീഡ് ഒരു ദൈവാനുഗ്രഹത്തിനെതിരായിട്ട് കണക്കാക്കിയാണ്. ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ രോഗികളെ മാത്രം ഓർത്താൽ പോരാ, ആ രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരെയും മറ്റ് ഹോസ്പിറ്റൽ ശുശ്രൂഷകളൊക്കെ നമുക്ക് ഓർക്കാം. നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ജനതാ കർഫ്യൂവിൽ സഹകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ സഹചാരിയായിരുന്ന ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ എബ്രഹാം ഞാമത്തോലിലും സ്വയം ക്വാറന്റൈനിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.